ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തതിൽ ഇപ്പോൾ പലർക്കും അമർഷമുണ്ട്. പക്ഷേ ആഞ്ചലോട്ടി തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാതെ അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കില്ല എന്ന ഒരു നിലപാട് ആഞ്ചലോട്ടി നേരത്തെ വ്യക്തമാക്കിയതാണ്. ഏതായാലും ഏതൊരു ഇൻ്റർവ്യൂ നൽകിയാലും അതല്ലെങ്കിൽ ഏത് പ്രസ് കോൺഫറൻസിൽ ഇരുന്നാലും കാർലോ ആഞ്ചലോട്ടിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യം അത് പ്രധാനമായും നെയ്മർ ജൂനിയറെ കുറിച്ചാണ്. അതായത് എപ്പോഴും നെയ്മറെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നു. എന്നാൽ ഇതിൽ അത്ഭുതമില്ല എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അത് സാധാരണമാണ്. കാരണം നെയ്മർ ബ്രസീലിലെ ഒരു ഇതിഹാസമാണെന്ന് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നത് നെയ്മറെ കുറിച്ചാണ്. പക്ഷെ ഇത് നോർമലായ ഒരു കാര്യമാണ്. കാരണം നെയ്മർ ബ്രസീലിയൻ ഫുട്ബോളിലെ ഒരു ഇതിഹാസമാണ്. നെയ്മർ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഫിസിക്കൽ കണ്ടീഷനിലേക്ക് തിരിച്ചെത്തണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനും CBFും ടെക്നിക്കൽ സ്റ്റാഫും ഒക്കെ പ്രതീക്ഷിക്കുന്നത് നെയ്മർ ജൂനിയർ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റിലേക്ക് മടങ്ങിയെത്തും എന്നാണ്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. തനിക്ക് നെയ്മറോട് ഒരു വിരോധവുമില്ല എന്നുള്ളത് ഓരോ ഇന്റർവ്യൂകളിലും കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ നല്ല ഫിറ്റ്നസ് വീണ്ടെടുക്കാതെ നെയ്മർ ജൂനിയറെ ടീമിലേക്ക് കൊണ്ടുവരില്ല എന്ന ഒരു നിലപാടിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. നെയ്മർ ജൂനിയർക്ക് ബ്രസീലിന്റെ വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടാനുള്ള പോസിബിലിറ്റി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ എത്തണം എന്നാണ് ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.